ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു തോരനാണ്. ഉലുവ ചീര വെച്ചിട്ടാണ് ഞാൻ തോരൻ ഉണ്ടാക്കുന്നത്. ഉലുവ ചീര നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. ഇത് ഷോപ്പിലെല്ലാം ഇപ്പം കിട്ടുന്നുണ്ട്. ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചീരയാണിത്. ഇത് പ്രമേഹ രോഗികൾക്കും ഒക്കെ പറ്റിയൊരു നല്ലൊരു ഭക്ഷണമാണ്. പിന്നെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. ഇതിൽ ധാരാളം ഫൈബറൊക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ അയൺ ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് കഴിക്കുന്നത് നല്ലതാണ്. ഇത് എങ്ങനെയാണ് തോരൻ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ കുറച്ച് ഉലുവയിൽ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേരോടുകൂടി തന്നെയാണ് കിട്ടുന്നത്. നമുക്കിതിൻ്റെ തണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം തണ്ട് കൂടി എടുത്താൽ ചിലപ്പോൾ കയ്പ്പ് രസം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കിതിൻ്റെ ഇല മാത്രം നുള്ളിയെടുക്കാം. ഇല ഇങ്ങനെ നന്നായിട്ട് മേലത്തെ ഭാഗം മാത്രം നന്നായിട്ട് നുള്ളിയെടുക്കണം. എന്നിട്ട് ഇത് നല്ലപോലെ കഴുകിയെടുക്കണം. എന്നാൽ മാത്രമേ ഇതിൽ നന്നായിട്ട് പൂഴി ഉണ്ടാവും. ആദ്യം നമുക്കിതിൻ്റെ ഇലയൊക്കെ ഒന്ന് ഇതുപോലെ നുള്ളിയെടുത്തിട്ട് വേറെ പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. ഇലയെല്ലാം ഇതുപോലെ നുള്ളിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഒരു 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകി ഇതിൻ്റെ പൂഴി നല്ലപോലെ പോകുന്നത് വരെ കഴുകിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ തോരൻ ഉണ്ടാക്കാൻ തുടങ്ങണം. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് അരപ്പ് തയ്യാറാക്കലാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ തന്നെ വേണം. കാരണം തേങ്ങ കുറഞ്ഞാൽ ഇതിന് തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ലപോലെ തേങ്ങ ഇടണം ഇതിന്. അങ്ങനെ ഒരു 1/2 കപ്പ് തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമുള്ളത് ചെറിയ ഉള്ളിയാണ്. 4 ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പച്ചമുളകൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകം, ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകം കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. തീരെ വെള്ളം ചേർക്കാതെ ചതക്കണം. പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക്, 4 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചതാണ്, അത് ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ചെറുതായിട്ട് മുറിച്ച വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഉലുവ ചീര ചേർക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. 2 മിനിറ്റ് ഇളക്കുമ്പോൾ തന്നെ ഇത് ചീര നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ആദ്യമേ ഉപ്പ് ചേർത്താൽ ഉപ്പ് കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചൊന്ന് വെന്തതിന് ശേഷം ഉപ്പ് ചേർക്കണം. ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് വേവിക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിൻ്റെ മൂടി തുറക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നല്ലപോലെ തേങ്ങ എടുക്കണം. എന്നാൽ മാത്രമേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇനി നമുക്ക് തേങ്ങ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിത് 2 മിനിറ്റ് കൂടി മൂടി വെച്ചിട്ട് വേവിക്കാം. 2 മിനിറ്റ് ആയി. നമ്മുടെ ഉലുവയിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. തോരൻ റെഡിയായി. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. പിന്നെ ഇതിൻ്റെ തണ്ട് ഉപയോഗിച്ചാൽ ചിലപ്പോൾ കയ്പ്പ് രസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇല മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതുപോലെ തന്നെ നല്ലപോലെ തേങ്ങയും ഇടണം. അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇതേ രീതിയിൽ നിങ്ങളിതൊന്നും ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക കേട്ടോ. തോരൻ നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ എളുപ്പത്തിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. പിന്നെ ഇത് ഷോപ്പുകളിലൊക്കെ ഇപ്പോൾ ഉലുവ ചീര നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക കേട്ടോ. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്